റീമോൺസ്ട്രേഷൻ പ്രൊസീജിയർ ജർമ്മനി നിർത്തലാക്കി. സർവൂസ് എന്താണ് റീമോൺസ്ട്രേഷൻ പ്രൊസീജിയർ? പണ്ട് നമ്മൾ വിസയ്ക്ക് ഡോക്യുമെന്റേഷൻ വെച്ചതിന് ശേഷം എന്തെങ്കിലും കാരണവശാൽ വിസ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ലെറ്റർ എഴുതി കൊടുക്കാൻ നമ്മൾ എലിജിബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ വരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ വിസ റിജക്ട് ചെയ്യുന്നത്. വല്ല ഡോക്യുമെന്റേഷൻ ഫെയിലർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ഡോക്യുമെന്റേഷൻ ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് പൈസയൊന്നും കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ 2023 ജൂലൈ മുതലുള്ളവരുടെ ഒരു ഡേറ്റ കളക്ഷൻ എടുത്ത് നോക്കിയപ്പോൾ അതിനുവേണ്ടി ഒരുപാട് പേര് അപ്ലൈ ചെയ്യും. ഒരുപാട് സ്റ്റാഫ് അതിനുവേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടേ വന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് ഈ വരുന്ന ജൂലൈ 1 തൊട്ട് ആ ഒരു പരിപാടി സ്റ്റോപ്പ് ചെയ്യുവാണ്. നമുക്ക് വിസ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കേസ് കൊടുക്കാം. നമുക്ക് അല്ലാതെ ലെറ്റർ എഴുതി കൊടുക്കുന്ന പരിപാടി ഇനി തൊട്ട് വാലിഡ് അല്ല. അല്ലെങ്കിൽ നമുക്ക് വിസയ്ക്ക് റീ ആപ്ലിക്കേഷൻ കൊടുക്കാം. എന്ന് വെച്ചാൽ ആദ്യം തൊട്ടേ വിസയ്ക്ക് ഡേറ്റ് എടുത്ത് കൊണ്ടുപോയി ആപ്ലിക്കേഷൻ കൊടുക്കാം. പിന്നെ ഇതിന്റെ ഗുണം എന്താന്ന് പറഞ്ഞാൽ വിസ പ്രൊസീജിയർ പട്ടേ നടക്കും. ദോഷം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ റിജക്റ്റ് ആയാൽ പിന്നെയും കൊടുത്ത് വിസ റിജക്റ്റ് ആയാൽ നമുക്ക് എഴുതി കൊടുക്കുന്ന പരിപാടി ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു മൊത്തത്തോടെ മിത്തായിട്ട് കേട്ടിട്ടുണ്ട് 2-3 ടൈംസ് വിസ റിജക്റ്റ് ആയാൽ പിന്നെ യൂറോപ്യൻ യൂണിയനിലോട്ട് വിസ കിട്ടാൻ പാടാന്ന്. അപ്പോൾ ഡോക്യുമെന്റ് എല്ലാം കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ചു കൊടുക്കുക. അപ്പോൾ ഈ കേസ് ഫയൽ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. ജർമ്മനി ഞാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നാട്ടിൽ നിന്നാണെങ്കിൽ എനിക്ക് അറിയില്ല, ബട്ട് എക്സ്പെൻസീവ് തന്നെയാണെന്ന് എനിക്കറിയാം.